Hi friends, welcome back to the channel. നമ്മളെല്ലാവരും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നത് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു റിട്ടേൺസ് ഉണ്ടാക്കാനായിട്ടാണ് അല്ലേ? എന്നാൽ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അതുതന്നെയാണ്. നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ 10,000 rupees വെച്ചിട്ട് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം ആൻഡ് എന്തൊക്കെ തരത്തിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ 10,000 rupees 10,000 രൂപ ഞാൻ സെലക്ട് ചെയ്യാൻ കാരണം വേറൊന്നുമല്ല, എല്ലാവരുടെ സ്റ്റാർട്ടിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 10,000 രൂപ ആണ്. എന്നാൽ ഞാനും സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നപ്പോൾ 10,000 rupees ആയിരുന്നു എൻ്റെ ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരുപക്ഷെ ഈ 10,000 rupees നമ്മുടെ ലേണിംഗ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാപിറ്റലാണെന്ന് നമുക്ക് പറയാം. ജനറലി സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ആദ്യമായിട്ട് വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ. എന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നോളജാണ്. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ പൈസ ഉണ്ടാക്കാനായിട്ടാണ് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ ആദ്യത്തെ ഗോൾ എന്ന് പറയുന്നത് പൈസ ഉണ്ടാക്കാനല്ല, നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് വരാൻ തന്നെയാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഒരു സെയിങ് ഉണ്ട്, അതായത് നോളജ് ഈസ് പവർ ബട്ട് ലിറ്റിൽ നോളജ് ഈസ് എ ഡേഞ്ചറസ് തിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോളജ് ഒരു പവറാണ്, നമ്മുടെ പവറാണ് നോളജ് എന്ന് പറയുന്നത്. പക്ഷേ കുറച്ച് നോളജ് ഉള്ളെങ്കിൽ അത് നമ്മളെ ഡേഞ്ചറിലേക്ക് എത്തിക്കും. ഒരുപക്ഷെ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിലാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് വേണം ഒരു ഇൻഫോംഡ് ഡിസിഷൻ എടുക്കാനായിട്ട്. നമുക്കപ്പോൾ ആദ്യം തന്നെ ഈ 10,000 rupees വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഒബ്വിയസ്ലി നമുക്ക് സ്റ്റോക്ക് മേടിക്കാം അല്ലേ? സോ ആദ്യത്തെ മൈൻഡിൽ ആദ്യം തന്നെ വരുന്നത് സ്റ്റോക്ക് മേടിക്കാൻ തന്നെയാണ് അല്ലേ? കമ്പനിയുടെ ഷെയർസ് നമുക്ക് പർച്ചേസ് ചെയ്യാം. എന്നാൽ നമുക്ക് വിശ്വാസമുള്ളൊരു കമ്പനി ഉണ്ടെങ്കിൽ അത് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആണെങ്കിൽ നമുക്ക് ആ കമ്പനി പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ ആ കമ്പനിയിലേക്ക് നമുക്ക് ഈ 10,000 rupees ഇൻവെസ്റ്റ് ചെയ്യാം. ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോസിൽ പറഞ്ഞ പോലെ നമുക്ക് 1 രൂപ പോലും വേണ്ട നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. ചില കമ്പനീസിൻ്റെ ഷെയർ പ്രൈസ് എന്ന് പറയുന്നത് 1 രൂപയിൽ താഴെയാണ്. എന്നാൽ നമുക്ക് വേണ്ട ഒരു കാര്യം ഞാൻ പറയാം, ഐഡിയ ആണ്. ഐഡിയ സ്റ്റോക്കല്ല, നമ്മുടെ മൈൻഡിൽ വരുന്ന ഐഡിയ. മനസ്സിലായില്ലല്ലേ? എന്നാൽ ഞാനൊരു ചെറിയൊരു കഥ ഞാൻ പറഞ്ഞുതരാം. 1937 ഒരു സമ്മർ ടൈം, ഒരു വേനൽക്കാലത്തുള്ളൊരു കഥയാണ്. ഒരു പയ്യൻ, അവൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഈ കൂൾ ഡ്രിങ്ക്സ് സെല്ല് ചെയ്യാനായിട്ടാണ് അവൻ്റെ ആഗ്രഹം. അവൻ നോക്കിയപ്പോൾ എല്ലാവരും ഈ സമ്മർ ടൈമിന് കൂൾ ഡ്രിങ്ക്സ് ധാരാളം വാങ്ങുന്നുണ്ട്. അപ്പോൾ അവനൊരു കൂൾ ഡ്രിങ്ക്സ് ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു അവൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞത്. അപ്പോൾ അവന് മാർക്കറ്റിനെ പറ്റി ഒരു ഡേറ്റ കളക്ട് ചെയ്യണമല്ലോ, നമുക്ക് ഇൻഫർമേഷൻ വേണമല്ലോ, നമ്മൾ ഏത് മാർക്കറ്റിലേക്കാണ് നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഉള്ള പോലെ നമുക്ക് ഇൻ്റർനെറ്റ് ഒന്നും ഇല്ലല്ലോ, അപ്പോൾ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ അവന് വന്നൊരു ഐഡിയ എന്ന് പറഞ്ഞാൽ അവൻ എല്ലാ റെസ്റ്റോറൻറ്റ്സിലും ആൻഡ് ഈ പെട്രോൾ പമ്പിലൊക്കെ കൂൾ ഡ്രിങ്ക്സ് വിൽക്കുമായിരുന്നു ആ ടൈമിൽ. അപ്പോൾ എല്ലാ പെട്രോൾ പമ്പ്സിലും റെസ്റ്റോറൻറ്റ്സിലും പിന്നെ ഈ കൂൾ ഡ്രിങ്ക്സ് വിൽക്കുന്ന സ്ഥലത്തൊക്കെ പോയിട്ട് അവൻ ഈ ബോട്ടിൽ ക്യാപ്സ് ശേഖരിച്ച് തുടങ്ങും. അപ്പോൾ ഈ ബോട്ടിൽ ക്യാപ്സ് നമുക്കറിയാമല്ലോ, ആ സ്റ്റീൽ ആ സോഡയിൽ വരുന്ന ക്യാപ്പില്ലേ. ആൻഡ് അവൻ പല സ്ഥലങ്ങളിൽ പോയിട്ട് ഇതെല്ലാം ശേഖരിച്ച് ലാസ്റ്റ് അവന് 8,000 ബോട്ടിൽ ക്യാപ്സ് ഉണ്ടായിരുന്നു. അവൻ ഈ 8,000 ക്യാപ്സ് സോർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ സോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി ഏറ്റവും കൂടുതൽ ആൾക്കാർ മേടിക്കുന്നത് കൊക്കക്കോളയാണ്. ഇവൻ അത് കണ്ടിട്ട് അവനൊരു ഐഡിയ തോന്നി. ഇവന് കൊക്കക്കോളയുടെ ഷെയർസ് പർച്ചേസ് ചെയ്യാനുള്ളൊരു ഐഡിയ അവന് വന്നു. അപ്പോൾ അന്ന് മേടിച്ച കൊക്കക്കോളയുടെ ഷെയർസ് ഇന്ന് അവൻ്റെ വാല്യൂ എന്ന് പറയുന്നത് $21 billion ആണ്. സോ ഇപ്പോൾ ഒരു ക്യൂരിയോസിറ്റി ഇല്ലേ, നമുക്കിത് ആരാണെന്ന് അറിയണ്ടേ? വേറെ ആരുമല്ല, വാറൻ ബഫറ്റാണ്. പിന്നെ നമ്മുടെ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട്സാണ്. നമുക്ക് ചെറിയൊരു ക്യാപിറ്റൽ ഉണ്ടെങ്കിലും നമുക്ക് മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിനെ പറ്റി ഞാനൊരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ മിക്ക വീഡിയോസിൽ ഞാൻ മ്യൂച്വൽ ഫണ്ടിനെ പറ്റി ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ആ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക, ഈ വീഡിയോ വാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട്. നമ്മൾക്ക് 100 rupees ആണെങ്കിൽ പോലും ഒരു നല്ലൊരു റിട്ടേൺ എങ്ങനെ കിട്ടുന്നതെന്നുള്ള ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ തന്നെ ഞാൻ ആ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഞാനിപ്പോൾ ഷോർട്ടാക്കി പറയാം മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന്. മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ ബേസിക്കായിട്ട് നമ്മളും എല്ലാവരും കൂടെ ഒരു സെലക്റ്റഡ് ഫ്യൂ കമ്പനീസിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കാറ്റഗറിയാണ് പ്രഷ്യസ് മെറ്റൽസിൻ്റെ കാറ്റഗറി. വേറൊന്നുമല്ല, നമ്മുടെ ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ. നമുക്ക് ഗോൾഡ് ഇലക്ട്രോണിക് ഫോർമാറ്റിൽ മേടിക്കണമെങ്കിൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഗോൾഡ് മേടിച്ച് നമുക്ക് ഹോൾഡ് ചെയ്യാം. ഗോൾഡ് തന്നെ നമുക്ക് പലതരത്തിൽ മേടിക്കാൻ പറ്റും. ഒന്നില്ലെങ്കിൽ നമുക്ക് ETFs വഴി നമുക്ക് മേടിക്കാം, അല്ലെങ്കിൽ നമുക്ക് RBIയുടെ ബോൺഡ്സ്, ഗോൾഡ് ബോൺഡ്സ് ഇഷ്യൂ ചെയ്യുന്നുണ്ട് RBI, സോ നമുക്ക് അങ്ങനെ പർച്ചേസ് ചെയ്യാം. അല്ലെങ്കിൽ കമ്മോഡിറ്റി മാർക്കറ്റിൽ നിന്ന് നമുക്ക് ഗോൾഡ് പെല്ലറ്റ്സ് ആയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം. നിങ്ങൾക്ക് ഗോൾഡിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് വേണമെങ്കിൽ എന്നെ കമൻസിൽ എഴുതി അറിയിക്കാം.
പിന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു കാറ്റഗറിയാണ് ബോൺഡ്സ്. ബോൺഡ്സ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. വലിയ തരത്തിൽ റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ നമുക്ക് ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന ബോൺഡ്സ് നമുക്ക് പർച്ചേസ് ചെയ്യാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഭാരത് ബോണ്ട് പർച്ചേസ് ചെയ്യാം. ഭാരത് ബോണ്ട് ഇഷ്യൂ ചെയ്യുന്ന ഗവൺമെൻറ് ആണ്. അപ്പോൾ ഈ ബോൺഡ്സ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിന് ഫണ്ടിൻ്റെ ആവശ്യം വരുമ്പോൾ പെട്ടെന്ന് ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബോൺഡ്സ് ഇഷ്യൂ ചെയ്യണത്. വേറൊന്നുമല്ല, നമ്മൾ ഗവൺമെൻറ്റിന് ലോൺ കൊടുക്കുകയാണ്. അപ്പോൾ ഈ ലോണിൽ അറൗണ്ട് ഒരു 7 to 12% വരെ നമുക്ക് റിട്ടേൺസ് കിട്ടാറുണ്ട്. അപ്പോൾ പിന്നെ ഈ ബോൺഡ്സ് ഒക്കെ ഗവൺമെൻറ് ആയതുകൊണ്ട് ഗവൺമെൻറ് ഗ്യാരണ്ടിയും തരുന്നുണ്ട്. പിന്നെ വരുന്നതാണ് നോൺ കൺവേർട്ടിബിൾ ഡിബെഞ്ചേഴ്സ്. ഗവൺമെൻറ് ബോണ്ട് പോലെ തന്നെ നമുക്ക് നോൺ കൺവേർട്ടിബിൾ ഡിബെഞ്ചേഴ്സ് ഉണ്ട്. നോൺ കൺവേർട്ടിബിൾ ഡിബെഞ്ചേഴ്സ് എന്ന് പറയുന്നത് കമ്പനീസ് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഡിബെഞ്ചേഴ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ആ പോകുന്ന എമൗണ്ട് നേരെ കമ്പനിക്കായിരിക്കും പോകുന്നത്. അപ്പോൾ കമ്പനിക്ക് ഈ ക്യാപിറ്റൽ റിക്വയർമെൻ്റ് അനുസരിച്ച് അവർക്കത് യൂട്ടിലൈസ് ചെയ്യാം. ഇതിൽ ഗവൺമെൻറ് ബോൺഡ്സിനേക്കാളും റിസ്ക് കൂടുതലാണ്. ബിക്കോസ് ഇത് ഓരോ കമ്പനീസിനാണ് നമ്മൾ ലോൺ ചെയ്യുന്നത്. പിന്നെ വരുന്നതാണ് കമോഡിറ്റി. ക്രൂഡ് ഓയിലിൻ്റെ വില കൂടുന്നതും ക്രൂഡ് ഓയിലിൻ്റെ വില കുറയുന്നതും ഒക്കെ നമ്മൾ ന്യൂസിൽ കേൾക്കാറുണ്ട്. ഈ ക്രൂഡ് ഓയിലിൻ്റെ റേറ്റ് കിട്ടുന്ന എവിടെ നിന്നാണ്? ഇത് ഈ കമോഡിറ്റി മാർക്കറ്റ്സിൽ നിന്നാണ് ഈ ക്രൂഡ് ഓയിലിൻ്റെ റേറ്റ് കിട്ടുന്നത്. പക്ഷേ കമോഡിറ്റീസ് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്. ഒന്നില്ലെങ്കിൽ നമുക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് സബ്മിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ഇൻകം പ്രൂഫ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്താലേ നമുക്ക് കമോഡിറ്റി സെഗ്മെൻറ്റ് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ സാധാരണക്കാർ കമോഡിറ്റി സെഗ്മെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാറില്ല. കൂടുതലും ഈ വലിയ കമ്പനീസൊക്കെ ട്രേഡ് ചെയ്യാനും ഹെഡ്ജ് ചെയ്യാനുമാണ് ഇവർ കമോഡിറ്റി മാർക്കറ്റ്സിൽ ട്രേഡ് ചെയ്യുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഗോൾഡ് പെല്ലറ്റ്സില്ലേ, 1 gram ഗോൾഡിനാണ് നമ്മൾ ഗോൾഡ് പെല്ലറ്റ്സ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് MCX എന്നോ അല്ലെങ്കിൽ നമ്മുടെ കമോഡിറ്റി എക്സ്ചേഞ്ച് എന്നോ നമുക്ക് പർച്ചേസ് ചെയ്യാം. ചെറിയ എമൗണ്ടിന് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നൊരു കമോഡിറ്റിയാണ് ഗോൾഡ് പെല്ലറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് ഓപ്ഷൻസ് ട്രേഡിംഗ്. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിനെ പറ്റി കേട്ടിട്ടുണ്ടാവും അല്ലേ? എന്നാൽ ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത് കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയൊരു മേഖലയാണ്. അപ്പോൾ ഫ്യൂച്ചേഴ്സ് ആണെങ്കിൽ നമുക്ക് 10,000 rupees വെച്ചിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർ ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നതും കുറവാണ്. പക്ഷേ ഓപ്ഷൻസ് ആണെങ്കിൽ നമുക്ക് 10,000 അതിൽ താഴെയാണെങ്കിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഓപ്ഷൻസ് മനസ്സിലാക്കാൻ തന്നെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ സെപ്പറേറ്റ് ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാനതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ചെയ്തേക്കാം. ഓപ്ഷൻസ് ട്രേഡിങ്ങിനെ പറ്റിയുള്ള ബേസിക്സ് ആണ്. ഓപ്ഷൻസ് ട്രേഡിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് പോലെയല്ല. ഓപ്ഷൻസ് ട്രേഡിങ്ങിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാപിറ്റൽ വേണമെങ്കിൽ 0 വരെ പോവാം. പക്ഷേ സ്റ്റോക്കിലാണെങ്കിൽ 0 എത്താനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ധാരാളം ക്യാഷ് ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്ത് പോയിട്ടുള്ളവരെ എനിക്കറിയാം. സോ ഞാൻ ജനറലായിട്ട് നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് മനസ്സിലാവാത്തൊരു സബ്ജക്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്തൊരു കോൺസെപ്റ്റ് ആണെങ്കിൽ അതിലൊരിക്കലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നോളജ് പവറാണ്. ബട്ട് നമുക്ക് പകുതി നോളജ് ഉള്ളെങ്കിൽ അത് വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കണ്ടത് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടാണ്. ഇതൊന്നും ഒരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ അല്ല. ഇതെല്ലാം വാസ്റ്റ് ടോപ്പിക്സ് ആണ്. ഇതെല്ലാം സെപ്പറേറ്റ് വീഡിയോയ്ക്ക് വേണ്ടുള്ള ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. വളരെയധികം ലെങ്തി ആയി പോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ചാടിക്കയറി ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. കയ്യിലില്ലാത്ത പൈസ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യരുത്. നമ്മളെപ്പോഴും നമ്മുടെ റിസ്ക് നോക്കിയിട്ട് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ. നമുക്ക് ആവശ്യമില്ലാത്ത എമൗണ്ട് വേണം നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ. നമുക്ക് എപ്പോഴെങ്കിലും എമർജൻസിക്ക് ആവശ്യമുള്ളതാണെങ്കിൽ അതൊരിക്കലും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യരുത്. നോർമലി പറയുവാണെങ്കിൽ ഒരു 6 months സേവിങ്സ് നമ്മുടെ ബാങ്കിലുണ്ടാവണം. 6 months നമുക്ക് സർവൈവ് ചെയ്യാനുള്ള സേവിങ്സ് നമുക്ക് ബാങ്കിലുണ്ടാവണം. അത് കഴിഞ്ഞിട്ടുള്ള ഫണ്ട്സ് മാത്രമേ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇടാൻ പാടുള്ളൂ. ബേസിക്കായിട്ടൊരു ഐഡിയ കിട്ടാൻ കുറച്ച് എമൗണ്ട് യൂസ് ചെയ്ത് ഇതുപോലെ 10,000 rupees യൂസ് ചെയ്ത് നമ്മൾ ട്രേഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അത് കഴിഞ്ഞ് നമുക്ക് പ്രോഫിറ്റബിൾ ആണെങ്കിൽ മാത്രം നമ്മൾ അഡീഷണൽ ക്യാപിറ്റൽ ഇൻഫ്യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ഈ വീഡിയോ ഇവിടം വരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ന്യൂ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഒരു കാര്യം ചോദിക്കുന്നുള്ളൂ, നമ്മളുടെ ഈ ചെറിയൊരു കമ്മ്യൂണിറ്റി, നമ്മളുടെ ഈ ചെറിയൊരു ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനൊന്ന് നോക്കണം. പിന്നെ നമുക്കൊരു ടെലിഗ്രാം കമ്മ്യൂണിറ്റി ഉണ്ട്. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ടെലിഗ്രാം വഴി ഡയറക്റ്റായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. അതിൻ്റെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അവിടെ കാണാം. അപ്പോൾ 10,000 rupees വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റിയതെല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇൻ കേസ് ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് എഴുതി അറിയിക്കുക. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ കീപ് വാച്ചിങ് അവർ വീഡിയോസ്. സീ യു നെക്സ്റ്റ് ടൈം.